എന്ന് പറയുന്നില്ല. പക്ഷെ വിജയകുമാർ കല്യാണ കാര്യമൊക്കെ നടക്കുമോ? നിങ്ങളുടെ വിശ്വാസം പോലെയാണ് കാര്യങ്ങള്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നടക്കും. എന്ത് കാര്യവും ഈ ഭൂമിയിൽ നടത്താൻ പറ്റുന്ന എന്ത് കാര്യവും നടത്തി തരും. പക്ഷെ എന്താ പറയാ, വിളിക്കാം, വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കും. നല്ല ശക്തിയാണ്, നല്ല പവറാണ്. കാരണം ഞങ്ങൾക്ക് അത്ര വിശ്വാസമുണ്ട് കറുത്തച്ഛൻ്റെ കാര്യത്തിൽ. എന്താ പറയുക, നടക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കാശ് വാങ്ങാത്തത്. ഇപ്പം നടക്കുകയല്ല എന്ന് ഉറപ്പുണ്ടാകാൻ എന്ത് ചെയ്യും? ആദ്യമേ മുൻകൂട്ടി കാശ് വാങ്ങും. മുൻകൂട്ടി കാശ് വാങ്ങിയിട്ടാണ് അവർ ചെയ്യുക. കാരണം നടന്നില്ലെങ്കിൽ അവർക്ക് കാശ് കിട്ടില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കുറച്ച്, അതെ, ഒരു വണ്ടി ഓടിയാതെ റിവേഴ്സ് എടുത്ത് വളച്ച് കയറ്റുന്നത് പുള്ളി തമിഴ്നാട് വണ്ടിയാണ്. കാർ അതിന്റെ ഇടയ്ക്കൂടെ കയറിപ്പോയി. വിജയകുമാർ നമ്പർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ആ കറുത്തച്ഛൻ്റെ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ കിടപ്പുണ്ട്. വിഷ്ണു അരവിന്ദ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വയനാട്ടിലുള്ള, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. ചുരത്തിക്കൂടി വണ്ടി കയറ്റുന്നത് കണ്ടോണ്ടിരിക്കുക. യൂണിവേഴ്സ് ക്യാമറ തിരിഞ്ഞ ഉള്ളത് നിങ്ങളുടെയാ ഉള്ളത്, വഴി കാണിച്ചതാണ്. വിജയകുമാർ കറുത്തച്ഛൻ എന്നയാൾ എവിടെയാണ്? ഇതാണ് രമ്യ. ഒരാൾ ഒരു മിനിറ്റ്, എവിടെ വരെ വായിച്ചേ? കറുത്തച്ഛൻ എന്ന ആൾ എവിടെയാണ്? കറുത്തച്ഛൻ എന്ന് പറയുന്ന ആള് അതൊരാളല്ലല്ലോ, അതൊരു ശക്തിയല്ലേ. അതിനൊരു പ്രത്യേക രൂപമോ, സാധാരണ എല്ലാവരെയും കാണിക്കുന്ന പോലെ പ്രത്യേക രൂപമോ അങ്ങനെ ഒന്നുമില്ല. എല്ലാരും ദൈവത്തിന്റെ ഒക്കെ രൂപങ്ങൾ വരയ്ക്കുന്നില്ല. പക്ഷെ അതൊന്നും ഒരു എന്താ പറയാ, അങ്ങനെയൊന്നും അല്ല ശരിക്കും ദൈവം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയല്ലേ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേക രൂപമൊന്നുമില്ല, ഒരു ശക്തി മാത്രമാണ്. പക്ഷെ പറഞ്ഞ കാര്യം നടക്കും. വിഷ്ണു സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നു. ഇതാണ് രമ്യ. ഇങ്ങോട്ട് തിരിച്ചിരിക്കുക, അങ്ങോട്ട് തിരിക്കുന്നത്. വിഷ്ണു മഴയാണോ എന്ന് ചോദിക്കുന്നത്. മഴയാണ്, നല്ല മഴയായിരുന്നു. ലോഡ് വണ്ടി ഒടിഞ്ഞ് കിട്ടാൻ പണിയാണ്. അതെ അതെ. മാത്രമല്ല നമ്മൾ ഈ കേരളക്കാർ വളച്ച് കയറ്റുന്നത് പോലെ തമിഴ്നാട്ടുകാരൊന്നും മറ്റു അത്രയും അങ്ങനെ വളച്ച് കയറ്റും. പിന്നെ ചിലരൊക്കെ കയറ്റും എന്നാലും. പക്ഷെ KSRTC ഒക്കെ സിമ്പിളായിട്ട് വളച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോകുന്നതാണ്. ആദം, ഇത് നമ്മുടെ ചമച്ചേരി ചുരമല്ലേ? അല്ല, താമരശ്ശേരി അല്ല കേട്ടോ, ഇത് കുറ്റ്യാടിയാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മുളയൊരു പായസം കാടമുട്ട കബാബ്. പക്ഷെ ആള് തുറന്നിട്ടില്ല, കഴിക്കാറുണ്ട്. അതെ. രജിതമ്മൾ പോകട്ടെ, വിളിക്കാം കേട്ടോ, കുറച്ച് ജോലിയുണ്ട്. മഴ കുറഞ്ഞു നിൽക്കുമ്പോൾ വേണം ജോലി ചെയ്യാൻ. ആയിക്കോട്ടെ. അനന്തു ഹായ് പറയുന്നുണ്ട്. ഹായ്. ഷമിത, എവിടെയും ഉണ്ടാകും കുറെ നെഗറ്റീവ് വോളികൾ, അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അത് വേണം, നെഗറ്റീവ് വേണല്ലോ. ശരിക്കും ഞാനുള്ള കാര്യം പറയാം, ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തച്ഛൻ എന്ന് പറഞ്ഞ ഫോഴ്സ് നെഗറ്റീവാണ്. നേരെ അതായത് നമ്മളിപ്പോ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കും, എന്തോരം ഇതുണ്ടാവും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, നമ്മളിപ്പോൾ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ നടക്കുള്ളൂ, ചില കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെയല്ലേ? എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടില്ല എന്ന് വെച്ചാൽ അല്ലേ? അതായത് ദൈവം നമുക്ക് സംരക്ഷണം നൽകും, പക്ഷേ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തി തരില്ല. പക്ഷെ കറുത്തച്ഛനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ, അത് നെഗറ്റീവ് ഫോഴ്സാണ്. എല്ലാ കാര്യവും നടത്തി തരും. പക്ഷേ നമ്മളൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചും ആ വാക്ക് പാലിക്കണം. അതായത് നമ്മൾ കറുത്തച്ഛനുമായിട്ട് എങ്ങനെയാ ഡീല് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നിലവറയിലുള്ള കറുത്തച്ഛനുമായിട്ട് നിങ്ങളാണ് ഡീല് വെക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ടൊന്ന് ഉയരണം, നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഉയർന്നു കിട്ടണം. ബിസിനസ് ഇപ്പോൾ ഡൗൺ ആണ്. അതായത് ഇപ്പോൾ ഒരു കട നടത്തുന്ന ആളാണെങ്കിൽ കടയിൽ കച്ചവടമില്ല, എനിക്ക് എൻ്റെ കടയിൽ കച്ചവടം കയറ്റി തരുവാണെങ്കിൽ, അതായത് ഞാൻ ഒരു 3 മാസം കൊണ്ട്, ഇന്ന് വെച്ച് നാളത്തേക്കാവില്ല, ഒരു 2-3 മാസം കൊണ്ട് എൻ്റെ കടയിൽ കച്ചവടം കൂട്ടി കിട്ടുവാണെങ്കിൽ ഞാൻ കറുത്തച്ഛന് ഒരു 5000 രൂപയുടെ പൂജ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കറുത്തച്ഛനോട് ഡീൽ വെക്കുന്നത്. അത് മറ്റേ 5000 എന്നല്ല പറയുന്നത്, ചിലപ്പോൾ 10,000-2000 അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു തുക വെച്ചിട്ട് അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് കഴിയുമ്പോൾ നിങ്ങളുടെ കാര്യം നടന്നാൽ അത് 3 മാസം കൊണ്ട് നടക്കും. നമ്മളാ പറഞ്ഞ ഡീല് വെക്കുവാണെങ്കിൽ ഇത്ര രൂപയുടെ പൂജ ഞങ്ങൾ കറുത്തച്ഛന് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഡീല് വെക്കുന്നത്. ഡീല് വെച്ച് കാര്യം നടക്കും എന്നുള്ള ഉറപ്പാണ്. കാര്യം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാഷ് അടച്ച് ഇവിടെ പൂജ ചെയ്യണം. ഇല്ലെങ്കിൽ അത് അതേപടി താഴോട്ട് പോകും, ഇതിലും വലിയ കഷ്ടത്തിലോട്ട് പോകും. അതാണ് കറുത്തച്ഛൻ്റെ പവർ. അപ്പോൾ ഒരു സാധനം എനിക്കിത് തന്നാൽ ഞാനത് തന്നേക്കാം എന്നാണ് ഡീല് വെക്കുന്നത്. തന്നു കഴിയുമ്പോൾ പിന്നെ കൊഞ്ഞനം കുത്തിട്ട് പോരുത്, ചെയ്യണം. അതാണ്
മുൻകൂട്ടി ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതായത് അങ്ങനെയാണ് കറുത്തച്ഛനോട് ഡീൽ വെക്കുന്നത്.